തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണത്തിൽ കുറ്റം സമ്മതിച്ച് അമ്മയുടെ സുഹൃത്ത് അഷ്കർ. അഷ്കറിന്റെ ക്രൂരമായ മർദ്ദനത്തിലാണ് കുഞ്ഞു മരിച്ചത്. അഷ്കർ താമസിച്ച വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു. അഷ്കറിന് നേരെയുണ്ടായ നാട്ടുകാരുടെ രോഷപ്രകടനം സ്ഥലത്ത് നേരിയ സംഘർഷത്തിന് കാരണമായി. 1.5 വയസ്സുകാരനെ താൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായാണ് കുട്ടിയുടെ അമ്മ അഖിലയുടെ പങ്കാളി അഷ്കർ പോലീസിനോട് സമ്മതിച്ചത്. മർദ്ദനത്തെ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവത്തിലാണ് കുട്ടി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 51ഓളം മുറിവുകൾ കുട്ടിയുടെ ശരീരത്തിലുണ്ട്. ജനനേന്ദ്രിയത്തിലും മുറിവുകളുണ്ട്. കുട്ടിയുടെ മരണത്തിൽ അമ്മയ്ക്ക് പങ്കുള്ളതിനാൽ അഖിലയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. കുറ്റസമ്മതത്തെ തുടർന്ന് അഷ്കറിനെ കുട്ടിയുമായി താമസിച്ച വാടക വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പിനായി എത്തിക്കവേ നാട്ടുകാരുടെ രൂക്ഷമായ രോഷപ്രകടനമാണ് ഉണ്ടായത്. ഏറെ പണിപ്പെട്ടാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങിയത്. അഷ്കറിനെതിരെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 6ഓളം കേസുകളുള്ളതായി നാട്ടുകാർ പറയുന്നു. കുട്ടിയെ ഇതിനു മുമ്പ് മർദ്ദിച്ചിട്ടുണ്ട് എന്ന് ഇവന്റെ അളിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ ആദ്യ ഭാര്യ ഇവൻ നിയമപരമായിട്ട് ഒരു വിവാഹം ചെയ്തിട്ടുണ്ട് പാലോടെന്ന്. ആ കുട്ടിയെ ആറ്റുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടിട്ട് നിരന്തരമായി ആ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. നിലവിൽ 5ഓളം കേസുകൾ ഇവന്റെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇരുവർക്കും ജാമ്യം ലഭിക്കാത്ത രീതിയിൽ ശിക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്നിവിടെ ഈ നാട്ടുകാർ ലോഷാകുലരായത് ഒരിക്കലും ആരെയും തെറ്റു പറയാൻ പറ്റൂല. 4-3 മാസം കഴിഞ്ഞ് ഇവനൊക്കെ ജാമ്യത്തിൽ ഇറങ്ങും. വീണ്ടും ഒരു കുട്ടിക്ക് ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുട്ടിയെ വിട്ടു നൽകാൻ തയ്യാറാകാത്തതിൽ അഷ്കറിന്റെയും അഖിലയുടെയും ഡാൻസ് ടീച്ചറിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് കുഞ്ഞിന്റെ പിതാവ് അഖിലിന്റെ അച്ഛനും ആവശ്യപ്പെട്ടു. ഈ അസ്കറും ഈ അനു ടീച്ചറും തമ്മിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു. ഈ അനു ടീച്ചർ ഇതേവരെ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് എന്നെ ഒരു ഫോൺ കോൾ പോലും എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല എന്താണെന്ന് കാര്യങ്ങൾ. അപ്പോൾ ഇവരെ വിളിച്ചത്ത് കൊണ്ടുവരണം. കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.